ഹലോ, ഗുഡ് ഈവനിങ്. വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനുവ. നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എത്രത്തോളം സന്തോഷമാണ് നീ എനിക്ക് തരുന്നതെന്ന് പറയാൻ വാക്കുകൾ പോരാ. നീയാണ് എനിക്കെല്ലാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും മനോഹരമായ കാര്യം അത് നീയാ. പ്രണയത്തിലായി കഴിയുമ്പോൾ പിന്നെ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളല്ലേ. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സന്തോഷം മാത്രം നിറഞ്ഞതല്ലേ. ഓരോ രാത്രിയിലും കൊതിച്ചിട്ടില്ലേ, വേഗം ഒന്ന് നേരം വെളുത്തായിരുന്നെങ്കിൽ എനിക്ക് അയാളെ പോയി കാണാമായിരുന്നല്ലോ എന്ന്. അയാളുടെ കൂടെ ആയിരിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഈ രാത്രിയിൽ മനസ്സ് നിറയെ പ്രണയവുമായി ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഉണ്ട് നിങ്ങളുടെ കൂടെ. പ്രണയം എന്ന് പറയുന്ന ഇത്ര വലിയ കാര്യമാ. ഒരാളെ കണ്ടു, ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു, പ്രണയമായി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു പറയുന്നു, തിയററ്റിക്കലി വളരെ എളുപ്പമാണ്, എന്നാൽ പ്രാക്ടിക്കലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തൊരു ബുദ്ധിമുട്ടാ. ഇനി ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് പ്രണയിച്ചു എന്ന് തന്നെ വെച്ചോ, പിന്നെ പ്രശ്നങ്ങളില്ലേ. ചിലപ്പോൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നമുക്ക് സ്നേഹമുള്ള അച്ഛൻ്റെ അമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയും രൂപത്തിലാണ് ഈ വില്ലന്മാർ വരാറ്. ഇനി അതല്ലെങ്കിൽ എന്തിനാ ദൈവമേ ഇവരൊക്കെ നമുക്ക് ചുറ്റുന്ന നമ്മളെ കൊണ്ട് തോന്നിക്കുന്ന സമൂഹത്തിൻ്റെ രൂപത്തിൽ. ഇതും അല്ലെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത, ഒരിക്കലും വരരുതാത്ത ഒരു തേർഡ് പേഴ്സന്റെ രൂപത്തിൽ. ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ റീനു ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു പ്രണയത്തിലെ ഏറ്റവും വലിയ വില്ലൻ ശരിക്കും ആരാ? ഓപ്ഷൻ എ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഓപ്ഷൻ ബി സൊസൈറ്റി, ഓപ്ഷൻ സി തേർഡ് പേഴ്സൺ. എന്താ നിങ്ങൾക്ക് തോന്നിയേക്കുന്നത്? ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പ്രണയത്തിൽ ഒരു വില്ലൻ വന്നിട്ട്? ഉത്തരം പോസ്റ്റ് ചെയ്യണം. പിന്നെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് വരണം കേട്ടോ. ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ 12 മണി വരെ ഞാനും കൂടെ ഇല്ലേ. പ്രണയിക്കാനായിട്ട് നല്ല ധൈര്യം വേണം. എന്നാൽ അതിലും ധൈര്യം വേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ പ്രണയം ഒന്ന് വിജയിപ്പിക്കാനായിട്ട്. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന, നമ്മുടെ എല്ലാം വന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ. പലപ്പോഴും നമ്മളൊരു സിറ്റുവേഷനിലെത്തും കേട്ടോ. ഒരു വശത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള്, മറുവശത്ത് നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്. നിനക്ക് ഞങ്ങളെ വേണമെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ വിട്ടുവെന്ന് അവർ പറയും നീ ഇല്ലാതെ ഞാൻ മരിച്ചു പോവും, എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്ന്. എന്താ നമ്മൾ ചെയ്യുക? അതുവരെ നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇനിയുള്ള സന്തോഷം ഇവരുടെ കൂടെയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആളെ വിടാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് പറയാനുള്ളത് ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് പറയാം. മെസ്സേജ് ചെയ്യാനൊരു നമ്പറുണ്ട്, 56070, ഫോമാറ്റ് ക്ലബ് എഫ്എം സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. എവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. രാഹുലിന്റെ ഫസ്റ്റ് കസിന്റെ കല്യാണത്തിന്റെ സമയത്ത് വെച്ചിട്ടാ നീതുവിനെ കാണുന്നത്. നീതു ആ ബ്രൈഡിന്റെ സെക്കൻഡ് കസിനാണ്. അവിടെ വെച്ച് രാഹുൽ നോട്ടം ഇട്ടു, തീരുമാനിച്ചു ഇവളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. അത് വേറെ കുറച്ച് പേരും കൂടി കണ്ടായിരുന്നു കേട്ടോ. നീതുവിൻ്റെ അച്ഛനും 2 ചേട്ടന്മാരും. രാഹുല് കല്യാണം ആലോചിച്ച് അങ്ങോട്ട് ചെന്നു. എൻ്റെ ദൈവമേ, 2 മാസം ഭയങ്കര ഫൈറ്റായിരുന്നു വീട്ടിൽ. അച്ഛനാ വില്ലനായിട്ട് നിന്ന്, കൂടെ ഈ 2 ചേട്ടന്മാരും. എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവസാനം നീതുവിനെ കല്യാണം കഴിച്ചു. ഈ നീതുവിന് വേണ്ടിയിട്ടാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ രാഹുൽ ഒരു പാട്ട് ചോദിച്ചേക്കുന്നത്. സോ രാഹുൽ ആൻഡ് നീതു, ഇനി വരുന്ന ഈ പാട്ട് നിങ്ങൾക്കായിട്ടാണ്. പിന്നെ ഇത് കേൾക്കുമ്പോൾ തോന്നില്ലേ എനിക്കൊരു പാട്ട് കേൾക്കണം, ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന്? ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. 56070 ഒരു മെസ്സേജ് അയക്കാം, എനിക്ക് ഇന്നയാൾക്ക് വേണ്ടി പാട്ട് വേണമെന്നും പറഞ്ഞ്. ഫോമാറ്റ് ക്ലബ് എഫ്എം സ്പേസ്, നിങ്ങളുടെ പേര്, ഞാൻ റീനു നിങ്ങളെ തിരിച്ചു വിളിക്കും.